മണ്ടന്മാരെ വിശ്വാസം ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്താണ് എന്നാണ്. ജിന്ന് പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്താണ് എന്ന് ആരാ പറഞ്ഞത്? കേന്ദ്രം അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ? കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി പ്രാപഞ്ചിക വ്യവസ്ഥക്കതീതമായി അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികളുടെ കഴിവിനതീതമായി മനുഷ്യ കഴിവിനതീതമായി എന്നൊക്കെ വ്യത്യസ്തമായ പ്രയോഗങ്ങളിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ഉപകാരവും ഉപദ്രവവും അഭൗതികമായ മാർഗത്തിലൂടെ ഏൽക്കും ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായനേട്ടം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്ന്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്നാണല്ലോ. നാം ചോദിക്കുന്നത് കേൾക്കാനും ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ തേട്ടം, നമ്മുടെ വിളി, നമ്മുടെ ചോദ്യം അത് കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് ജിന്നിനുണ്ട് എന്ന് ആര് പറഞ്ഞു തരണം? അള്ളാഹു പറയണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. അള്ളാഹു അങ്ങനെ പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ? ഇത് സൃഷ്ടിയുടെ കഴിവിനപ്പുറത്തുള്ളതല്ല, അതല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല എന്ന് പറയണമെങ്കിൽ അത് സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടതാണ്. നിങ്ങൾ മലക്കുകളോട് ചോദിച്ചു കൊള്ളുക, നിങ്ങൾ മലക്കുകളോട് തേടിക്കൊള്ളുക എന്ന ഒരു അഭിപ്രായം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് പറയുന്നത്. കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ ശിർക്ക്, അത് ശിർക്ക് തന്നെയാണ്. കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ ശിർക്ക്, അത് ശിർക്ക് തന്നെയാണ്. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല.